ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്ന ഒരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനല്ല, വേദപുസ്തക പ്രകാരം അതാണ്. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര വേണം. ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തിന് മഹത്വം കരയണം. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ കാണും. അങ്ങനെയൊക്കെ വളർന്നു വന്ന ക്രിസ്ത്യാനിറ്റിയാണ്. ഇന്നുള്ള സുഖസൗകര്യങ്ങളല്ല, ഇന്നത്തെ സുഖസൗകര്യങ്ങളിലുണ്ടാകുന്നതായ കുഴപ്പങ്ങളാണ്, ആ കഷ്ടം സഹിക്കാനായിട്ട് ആളുകളില്ലാത്തതാണ് ഇന്നത്തെ സഭയുടെ വളർച്ചയ്ക്ക് കുറവ്. മെറ്റീരിയലിസം വളർന്നു, സഭ വളർന്നു, വിശ്വാസം വളരുന്നില്ല, അത് പുറകോട്ട് പോയി. ഇതൊരു റോയൽ മതമായി, ഇതിനെ ഒരു തൊഴിലായി, ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചായി മാറ്റുന്നത് കൊണ്ടാണ് വിഷയം. ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുന്നത് അവൻ യേശുക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുക എന്നുള്ള. യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും തൻ്റെ മാതാപിതാക്കളും ഈ ലോകത്തിൽ അനുഭവിച്ച വ്യതകൾ എത്രയോ ആണ്. പഴയ നിയമപിതാക്കന്മാരായിട്ടുള്ള മോശെ, അഹരോനും ഏലിയാവും അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ, അവരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച വ്യതകൾ എത്രയോ ഉന്നതമാണ്. പത്രോസും യാക്കോബും യോഹന്നാനും ഫിലിപ്പോസും ഇങ്ങനെ താഴോട്ടുള്ള ശിഷ്യന്മാരനുഭവിച്ച വ്യതകൾ അതുകൊണ്ടല്ല ഇന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് നിൽക്കുവാൻ സാധിക്കുന്ന അനുഭവത്തിൽ, നമുക്ക് മുന്നോട്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതിനെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം കഷ്ടപ്പാടുള്ളതാണെന്ന് മനസ്സിലാക്കി അതിന് പ്രതിഫലമുള്ളതെന്നും അത് അഭിമാനമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എംപിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവെ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ബന്ധിതനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, ആശുപത്രികളിലുള്ള ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ദൈവീകമായിട്ടുള്ള ഏത് കഷ്ടവും സഹിച്ച് അതിലൂടെ വിജയം നേടുവാൻ സഹായിക്കണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അതൊരു അനുഗ്രഹമാക്കി തീർക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,